72 മണിക്കൂറായി തിരുവനന്തപുരം നഗരസഭയിൽ വെള്ളമില്ല. തിരുവനന്തപുരം സിറ്റിയിൽ 72 മണിക്കൂറായിട്ട് വെള്ളമില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെയൊക്കെ വാർഡുകളിൽ ഒന്ന് കുടിക്കാനോ അല്ലെങ്കിൽ നിത്യോപയോഗ ആവശ്യത്തിനോ ഒന്നും വെള്ളമില്ലാത്തൊരു സാഹചര്യം. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. നമ്മളതാ കുറച്ച് കൗൺസിലർമാർ രാത്രി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിട്ടുണ്ട്. ഏകദേശം 80ലധികം ടാങ്കറുകൾ തിരുവനന്തപുരം നഗരസഭയിൽ അറ്റാച്ച് ചെയ്ത് ഓടുന്നുണ്ട്. നമ്മളെന്നും വാർഡുകളിൽ അത്യാവശ്യത്തിന് ഒരു ടാങ്കർ പോലും കിട്ടാത്തൊരു സാഹചര്യമാണ്. ഈ സിറ്റിക്കകത്ത് MLA മാരുണ്ടെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 2 മന്ത്രിമാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരൊറ്റ മനുഷ്യനെ പോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കോർപ്പറേഷൻ്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് സെക്രട്ടറിക്ക് ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. ഇനി ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. വളരെ ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. വാർഡിലെ കിടപ്പ് രോഗികൾക്ക് അവരുടെ ദൈനംദിന ആവശ്യത്തിന് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാനില്ലാത്തൊരു സാഹചര്യമാണ്. ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് വെച്ചാൽ അറിയത്തില്ല. വാർഡിലെ ജനങ്ങൾ മുഴുവൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എപ്പോഴും വെള്ളം കിട്ടും, എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ജനങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലോട്ടെത്തും കാര്യങ്ങൾ. അടിയന്തരമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ ആരാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് എല്ലാ കൗൺസിലർമാരും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് കേരള സർക്കാർ അവകാശപ്പെടുമ്പോഴും ജനങ്ങളെ ഒരു തുള്ളി വെള്ളം നൽകാതെ കൊല്ലാനുള്ള ഒരു പദ്ധതിയാണോ നിലവിൽ മേയർ ആര്യ രാജേന്ദ്രനും അതോടൊപ്പം തന്നെ ജലവകുപ്പും സർക്കാരും ചെയ്യുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ 1 മണിക്കൂറായിട്ട് കുടിവെള്ളമില്ലാതെ അല്ല ഇരിക്കുന്നത്. 72 മണിക്കൂറായിട്ടാണ് വെള്ളമില്ലാതെ ജനങ്ങൾ അലയുകയാണ്. ജനങ്ങൾക്ക് കുളിക്കാനോ പാചകം ചെയ്യാനോ പ്രാഥമിക കാര്യങ്ങൾ പോലും നിറവേറ്റാനോ ഒരു തുള്ളി വെള്ളമില്ല. മന്ത്രിമാർക്കോ MLA മാർക്കോ വെള്ളമില്ലെങ്കിൽ അവർക്ക് വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ ചെന്ന് AC റൂമിൽ സുഖിച്ചിരുന്ന് ആവശ്യമോളം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇരുന്ന് കുളിക്കാം. പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിന് കഴിയില്ല. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തന്നെ ഹനിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ആരും ചോദ്യം ചെയ്തിട്ടില്ല. വർഷങ്ങളായി റോഡുകളെല്ലാം സ്മാർട്ട് സിറ്റി എന്ന ഒറ്റ പേരിൽ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. കൂടാതെ വർഷങ്ങളായി കേരളത്തിൽ വെള്ളമില്ല. കിഴക്കേക്കോട്ടയിലെ അട്ടക്കുളങ്ങര റോഡിൽ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ പൈപ്പ് മാറ്റുന്ന പണി നടക്കുന്നതെങ്കിൽ കിലോമീറ്ററോളം എന്തിനാണ് വെള്ളം മുട്ടിക്കുന്നത്? ഇനി അഥവാ വെള്ളമില്ലെങ്കിൽ അതിനുള്ള ബദൽ സംവിധാനം ഒരുക്കേണ്ട ചുമതല നഗരമാതാവിനും കേരള സർക്കാരിനും തന്നെയാണ്. കോർപ്പറേഷന്റെ ടാങ്കറുകൾ എന്തിനാണ് അവിടെ വെറുതെ ഇട്ടിരിക്കുന്നത്? ചുമ്മാ ചന്തം കാണാനോ? കൗൺസിലർ നന്ദൻ തന്നെ ഇന്നലെ കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നഗരസഭ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ BJP തന്നെ പുറത്തുനിന്ന് ടാങ്കറിൽ എത്തിച്ച് വെള്ളം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ആര്യ രാജേന്ദ്രൻ തലയിൽ കൂടെ തുണിയിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരും. നാണം കെട്ടും നാറും ആര്യ രാജേന്ദ്രൻ. അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിലെ ഒരു പ്ലാന്റ് താത്കാലികമായി പൂട്ടിയത് തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതിനായി പമ്പിംഗ് നിർത്തിയത് മൂലമാണ് ജലവിതരണം തടസ്സപ്പെട്ടതെന്നാണ് ജലവകുപ്പ് അതോറിറ്റി നൽകുന്ന വിശദീകരണം. ജലക്ഷാമം നേരിടുന്നെങ്കിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുകയും ഒരു ജലം തടയുക ചെയ്താൽ അതിനുള്ളൊരു ബദൽ സംവിധാനം ഒരുക്കേണ്ട രീതി ജലവകുപ്പിന് ഉണ്ടെന്നത് വ്യക്തമാണ്. പക്ഷെ പ്ലാന്റിംഗ് സംവിധാനം പുരോഗമിച്ചെങ്കിലും ഇതുവരെയായിട്ട് വെള്ളം എത്തിയിട്ടില്ല. ജലക്ഷാമം 2 ദിവസം കൂടി തുടരാനാണ് സാധ്യത. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട നിയമം കിഴക്കേക്കോട്ട ഐരാണിമുട്ടം ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രാൻസ്മിഷൻ പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതിന് കിള്ളിപ്പാലം ജഗതി റോഡിലെ CIT റോഡ് കുഞ്ചാലുമൂട് എന്നിവിടങ്ങളിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. അറ്റകുറ്റപ്പണി നീളുന്നതിനാൽ 33 വാർഡുകളിൽ പൂർണ്ണമായും 12 വാർഡുകളിൽ ഭാഗികമായും 2 ദിവസമായി ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് മുന്നറിയിപ്പ് നൽകാതെ അരുവിക്കരയിലെ ഒരു പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണി ജല അതോറിറ്റി നടത്തിയത്. കേരളത്തിലെല്ലാം നമ്പർ 1 ആണെന്ന് ഓരോ പ്രാവശ്യവും പ്രസംഗിക്കുമ്പോൾ മന്ത്രിയും പിണറായി വിജയനും മേയറും തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ആവശ്യമായൊരു സാധനമാണ് വെള്ളം. അതുപോലും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിയില്ലെങ്കിൽ, അതിൽ പരാജയപ്പെട്ടാൽ പിന്നെ എന്ത് മേയർ, എന്ത് സർക്കാർ എന്നുള്ള കാര്യം. ഇന്നും കൂടെ വെള്ളം വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ വയലന്റ് ആകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇന്നേ വരെ കാണാത്തൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഉണ്ടാകും. ഇത്രയും ദിവസം പാർട്ടിക്കാരാണ് മേയർക്കെതിരെ പ്രതിഷേധം നടത്തിയതെങ്കിൽ ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നും കൂടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ജനങ്ങൾ തന്നെ വയലന്റായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് വന്നാൽ സർക്കാരിനോ പോലീസിനോ ജില്ലാ ഭരണകൂടത്തിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നഗരത്തിൽ വെള്ളം എത്തിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം മേയർക്കും സർക്കാരിനും തന്നെയായിരിക്കും.